Everyone who's gathered here into this service in the name of our Lord Jesus Christ who's coming soon. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ദിവസമെല്ലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord for the opportunity that He has given us to come and praise and worship Him after 1 week. ഇന്ന് തൽക്കാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്ന 80-ാം സങ്കീർത്തനമാണ്. ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 80-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കാണുവാനിടയായി തീർന്നു. Today we have read from Psalm 80, which as we see from the subtitles is Psalm by Asaph. ഹല്ലേലൂയ. ഈ 80-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് ഇസ്രായേൽ മക്കളെ ദൈവമായ കർത്താവ് മിസ്രൈമിൽ നിന്നും വഴി നടത്തി അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കിയതിനെ പറ്റിയുള്ള ഹല്ലേലൂയ വാക്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണുവാനിടയായി തീരുന്നത്. Here we can see a vivid description of how the Lord delivered the children of Israel from the land of Egypt and led them to the promised land. ഇന്ന് നമ്മൾ പാടി ആരാധിച്ചതും ഹല്ലേലൂയ രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടും അപ്രകാരമുള്ളതായിരുന്നു. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത് ഇപ്പോഴുള്ള പാട്ടുകൾ പാടി ആരാധിപ്പാനിടയായി തീർന്നു. And the second and third songs that we sang today were also descriptive of the deliverance of the Lord of the children of Israel. ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 1 please. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. Give ear, O shepherd of Israel, you who led Joseph like a flock, you who dwell between the cherubim, shine forth. ഇവിടെ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നത് ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെയാണ് യോസഫിനെ എന്ത് ചെയ്തത് നടത്തുവാനിടയായിത്തീരുന്നു. പലകാലം ക്രിസ്തീയ ജീവയാത്രയിൽ ദൈവം നമ്മളെ എന്തുവാണ് നടത്തുവാണ് ഓരോ ദിവസവും. Here we read that the Lord shepherded the children of Israel much as a physical shepherd would shepherd a flock of sheep. And just like that, the Lord shepherds us through this life. നമുക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് അതാത് സമയത്ത് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ എല്ലാ പാക്കേജും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Praise the Lord. Just as the Lord shepherded the children of Israel, He shepherds us today and gives us everything that we need for life and godliness. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ വിശ്വാസത്തോടെ ഇന്ന് പൽക്കാലം ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി അടുത്ത സ്റ്റെപ്പിൽ നടത്തുവാനിടെ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം എന്നെ നിങ്ങളെ നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. So if the Lord has led us successfully so far, then He is capable of leading us even to the end. So if any one of you is here with going through trials and difficulties, then the Lord is here to deliver you. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത പറയുന്നത് അവൻ കെരൂബുകളുടെ മേൽ അധിവസിക്കുന്നവനാണ്. ഹല്ലേലൂയ. സറാഫുകൾ, കെരൂബുകൾ, ദൂതന്മാര് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലുള്ള കർത്താവിനെ കാണുവാൻ ഇടയായി തീരും. അതിനിടയിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് എഴുതിയിരിക്കുന്നു. Here we read that the Lord dwells between the cherubim, and we read that the Lord exists between the worship of the seraphim and the cherubim. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to verse 2 please. എഫ്രൈമും ബെന്യാമീനും മനശ്ശെയും കാണുകെ നിന്റെ വീര്യബലമുണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. Before Ephraim, Benjamin and Manasseh, stir up your strength and come and save us. Praise the Lord. Hallelujah. ഈ വാക്യങ്ങൾ കാണുവാനിടയായി തീർന്നത് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിലെ ഗോത്രങ്ങളെ പറ്റിയുള്ള പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ്രൈമിനും ബെന്യാമിനും മനശ്ശെയും കാണുകയെ എന്ത് ചെയ്യണം? വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി കടന്നു വരണമേ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞ് വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി കടന്നു വരണമേ. ഒരുമിച്ച് എല്ലാവരും പറയാം വീര്യബലം ഉണർത്തി രക്ഷയ്ക്കായി കടന്നു വരണമേ. Here the psalmist is asking the Lord to stir up his strength and show his strength before the tribes of Israel, and he names a few there: Ephraim, Benjamin and Manasseh. ഇന്ന് പൽക്കാലം അല്പമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇസ്രായേലിലെ ഗോത്രങ്ങളെ പറ്റിയാണ്. കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, എത്ര ഗോത്രങ്ങളുണ്ട് ഇസ്രായേലിൽ? How many tribes are there among the children of Israel? 12 പേര് അറിയാമോ? നെയിം. Can you name the 12? മുതിർന്നവർക്ക് പറയാം. നമ്മുടെ ബൈബിളിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. അടുത്ത നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന് ചിൽഡ്രൻസ് മസ്റ്റായിട്ട് അത് പഠിച്ചിരിക്കണം. 12 ഗോത്രങ്ങളുടെ പേരുകൾ. ഓക്കെ. Can I ask all the youth to by heart the names of the 12 tribes of Israel in time for the next youth meeting? Praise the Lord. Hallelujah. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3 മുതൽ താഴോട്ട് വായിക്കാം. അവിടെ നമുക്ക് കാണുവാനിടയായി തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അന്ത്യകാലങ്ങളിൽ ഹല്ലേലൂയ 12 ഗോത്രങ്ങളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 7:3.
Revelation chapter 7 verse 3. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേര്. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, അശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബൂലൂൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേര്. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ നമുക്ക് കാണുവാനിടയായി തീർന്നത് ആ 12 ഗോത്രങ്ങളുടെ പേര് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവരുടെ നെറ്റിമേൽ എന്തറിയാമോ? മുദ്രയേറ്റിട്ടുണ്ട്. ഇവരെന്താണെന്നറിയാമോ? ഹല്ലേലൂയ, വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കാണുവാനിടയായി തീർന്നു. ആ 12 ഗോത്രങ്ങളുടെ അവിടെ കൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം ഹല്ലേലൂയ കഷ്ടമായി തന്നെ, ഇത്രയും നാൾ ദൈവത്തെ വിളിച്ചതിൻ്റെ. ആ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇതിന് ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം വലിയൊരു പുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപേ വെറുതെ നിൽക്കുകയല്ല അവർ ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ആർക്കുകയും പാടുകയും ചെയ്യുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. Here we see in Revelation chapter 7 the list of the 12 tribes of Israel and the number of people who have been sealed for redemption by the Lord. And if the Lord had stopped with just the 12 tribes of Israel, we would have been in deep trouble. But coming to verse 9 of chapter 7, we can see that there's a great multitude which no one could number, of all nations, tribes, peoples and tongues, standing before the white throne before the Lord, along with the tribes of Israel. ഹല്ലേലൂയ. ആദിമ മനുഷ്യനായ ആദാം മുതൽ അവസാന വ്യക്തി വരെയും ദൈവം ഹല്ലേലൂയ വിശ്വാസത്തോടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മരിക്കുന്ന ഒരു ആബാല വൃദ്ധം ഹല്ലേലൂയ എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ വെള്ള നിലയെങ്കി ധരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ നിൽക്കുവാനിടയായി തീരും. ആ സുദിനത്തെ ഓർത്ത് കരങ്ങൾ ചെയ്തൊരു സ്തോത്രം ചെയ്താട്ട് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. ഹൃദയം പ്രത്യാശയാൽ നിറയുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വിട്ടിട്ട് കുഞ്ഞാടിൻ്റെ മുൻപിൽ യുഗം ആരാധിപ്പാനിടയായി തീരും. Let us look forward with affection to the time where we stand before the Lord in redemption, when all the nations, tribes and peoples of the world will stand before the white throne of the Lord, awaiting his judgment. ഹല്ലേലൂയ. ഈ 12 ഗോത്രങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാനിടയായി തീരുന്നത് ഹല്ലേലൂയ ലേവി ഗോത്രത്തെയും യോസഫിനെയും ഹല്ലേലൂയ അവസാനം വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റത്തില്ല. Coming to the list of the tribes who have been redeemed, we can see that we cannot see the tribe of Levi and that of Joseph. ഹല്ലേലൂയ. അതിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ലേവ്യ ഗോത്രത്തിന് പുരോഹിത ശുശ്രൂഷ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ദേശങ്ങളോ ഭാഗങ്ങളോ ഭാഗിച്ചു കൊടുത്തിട്ടില്ല. And this is because the tribe of Levi was allotted the duty of worshipping the Lord in the tabernacle, and therefore they were not given any other allotment of land. ഹല്ലേലൂയ. മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്നുള്ള നന്മ അനുഗ്രഹങ്ങളും ഓഹരികളും ഹല്ലേലൂയ സ്തോത്രം ലേവി ഗോത്രത്തിന് ലഭിക്കുവാനിടയായി തീരും. And so they were supposed to subsist by the tithes given to them by the other tribes. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വരുമ്പോൾ അടുത്ത് കാണുന്നത് ജോസഫിനെ പറ്റി കാണുവാനിടയായി തീർന്നത് ജോസഫിൻ്റെ പേരിന് പകരം ഹല്ലേലൂയ മനശ്ശെയും എഫ്രൈമിനെയും അവിടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാക്കുവാനിടയായി തീർന്നു. And following on from the verses, we can see that instead of the tribe of Joseph, his sons' names were substituted, that of Manasseh and Ephraim. ഹല്ലേലൂയ സ്തോത്രം. ചില ക്ലിപ്സ് കൂടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഫോട്ടോ ഇടാം. മണിപ്പൂരിൽ ഹല്ലേലൂയ ഇത് ഞാൻ പ്രസംഗിക്കാനുള്ള മെയിൻ കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേത്തി വിഭാഗത്തിൽപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ആൾക്കാർ ഗോത്ര വിഭാഗക്കാർ ഹല്ലേലൂയ മണിപ്പൂരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളിൽ 120 പേരോളം ഇസ്രായേലിലേക്ക് പോകുവാനിടയായി തീർന്നു. ഓക്കെ അത് തന്നെ. പ്രൈസ് ദി ലോർഡ്.
നമുക്കിത് കാണുവാനിടയായിത്തീരും. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ച ഒരു സംഭവമാണ്, ന്യൂസിൽ കടന്നു വന്നതാണ്. മരുഭൂമി ഇസ്രായേലിലേക്ക് തൻ്റെ ഗോത്രം നഷ്ടപ്പെട്ട ആൾക്കാർ എന്തെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം, അവരെ മടക്കി വിളിക്കുവാനിടയായി തീർന്നു. Here we can see that a few Jewish people, a lost tribe of Israel, made the return back to Israel last Thursday. മണിപ്പൂരിൽ രണ്ട് വിഭാഗക്കാരുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മേത്തി വിഭാഗവും കുർക്കി വിഭാഗവും രണ്ട് പേരാണ് ഉണ്ടായത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ ഫൈറ്റിംഗ് തുടങ്ങുവാനിടയായി തീർന്നു. So there were two tribes of people, Methi and Kuki, who are both fighting against each other in the state of Manipur. ഹല്ലേലൂയ. അതിനകത്ത് കുർക്കി വിഭാഗത്തിലാണ് ബെൻ മെനശെ എന്ന് പറയുന്ന ഇസ്രായേൽ സമൂഹത്തിലുള്ള മനശ്ശെ കുടുംബം അവിടെയാണ് അവരുണ്ടായിരുന്നത്. And among the Kuki people, there were a subgroup called Ben Manasseh, who were part of that people. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ അവരെ അവിടെ ഉറപ്പിക്കാതെ രണ്ട് ട്രൈബൽ തമ്മിൽ യുദ്ധമുണ്ടായിട്ട് അവരെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവരെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാനിടയാക്കി. But God in his perfect timing took them out from the midst of the tribal infighting and took them back to Israel. ഓപ്പറേഷൻ വിങ് ഓഫറിംഗ് ഡോൺ എന്ന രീതിയിൽ ഇസ്രായേലിൽ ഹല്ലേലൂയ പ്രത്യേക ഒരു സംഘടന രൂപീകരിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയാണ്. And under Operation Wings of Freedom, Israel took them back to its country. ഹല്ലേലൂയ. ഈ 23/4/26 ഹല്ലേലൂയ 250 പേരോളം ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ച് ടെൽ അവീവിൽ ഇറങ്ങുവാനിടയായി തീർന്നു. And the 24th of April, they took their flights from Delhi back to Tel Aviv. 2030 അവർ ഏകദേശം 6000 പേരെ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. And Israel plans to take about 6,000 of these people by 2030 from India back to Israel. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. And when we see these things, we should realize that the second coming of our Lord is at hand. ഇസ്രായേൽ ആലയം പണിയുന്നതിന് മുൻപ് 12 ഗോത്രങ്ങളും അവിടെ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറപ്പെട്ട് കിടപ്പുണ്ട്. അവരെ മുഴുവനും അതിനിടയിൽ നിന്ന് ശേഖരിച്ച് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇസ്രായേൽ കൊണ്ടുവരുവാനിടയായി തീരണം. The 12 tribes of Israel are scattered throughout the world, and for the fulfillment of the prophecy, all of these scattered people have to be collected and taken back to Israel. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു ക്ലിപ്സ് വിടാം. അത് നമുക്ക് കാണുവാനിടയായിത്തീരും. ആ 12 ഗോത്രങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെ കാണുവാനിടയായിത്തീരും. ഓക്കെ, നമുക്ക് കാണുവാനിടയായിത്തീരി 12 ഗോത്രത്തിലെ ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. പഠിച്ചോണം. 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിനകത്തു നിന്നാണ് ഈ 12 ഗോത്രങ്ങൾ വരുവാനിടയായി തീർന്നത്. ഒന്നാമത്തേത് ലേക്കുണ്ടായ 6 പുത്രന്മാരുടെ പേരുകളാണ്. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖർ, നെഫ്ലൂൻ. ഹല്ലേലൂയ. ദീന എന്ന് പറയുന്നത് പുത്രിയാണ്. ഹല്ലേലൂയ. 6 പേരാണ്, ആണുങ്ങളെയാണ് ഈ വംശപരമ്പരയിൽ ഉൾപ്പെടുത്തുവാനിടയായി തീർന്നുകൊണ്ട് 6 പേരെ നമുക്ക് കാണുവാനിടയായി തീരും. So looking back to the patriarch Jacob, he had 4 wives. And from Leah, his first wife, he had 6 sons and 1 daughter. Reuben, the eldest, followed by Simeon, Levi. Could I have the previous screen for a second, please? Levi, Issachar, Zebulun, and Dinah, the daughter. പ്രൈസ് ദി ലോർഡ്. ഈ 6 പേരാണ്. നമ്മൾ മറന്നുപോയല്ല, ലേയിലുണ്ടായിരുന്ന 6 മക്കളെയാണ് ഹല്ലേലൂയ സ്തോത്രം നമുക്കിവിടെ ആ ഗോത്രമായി കാണുവാനിടയായിത്തീരുന്നത്. അടുത്തതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനിടയായിത്തീരും. അടുത്ത് നമുക്ക് കാണാനിടയായിത്തീരുന്നത് രണ്ടാമത്തെ വൈഫായിരിക്കുന്ന റാഹേലിന് എത്തുണ്ടായിത്തീരുന്നു. 2 പുത്രന്മാരുണ്ടായിരുന്നു, യോസഫും എഫ്രൈമിനെയും കാണുവാനിടയായിത്തീരും. From his second wife Rachel, Jacob had 2 sons, Joseph, who was the father of Manasseh and Ephraim and Benjamin. അടുത്ത നമുക്ക് മൂന്നാമത്തെ വൈഫിലാണ് ബിൽഹയിൽ ഉണ്ടായതാണ്. നമുക്ക് കാണുവാനിടയായി 2 മക്കളുണ്ടായി, ദാനും നഫ്താലിയും നമുക്ക് കാണുവാനിടയായിത്തീരും. From his third wife Bilhah, Jacob had 2 sons, Dan and Naphtali. അടുത്ത വൈഫിൽ സിപ്രയിൽ ഉണ്ടായതാണ്, കാണുവാനിടയായിത്തീരും. ഗാദ്, ആശേറിനെ ഉണ്ടാകുവാനിടയായി. From his fourth wife Silpah, Jacob had 2 sons, Gad and Asher. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജസ്റ്റ് ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുവാനിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യൂസിനകത്ത് കടന്നു വന്നതാണ്. ഇസ്രായേലിലേക്ക് അവർ കടന്നു വന്നതിനെ പറ്റിയുള്ള ഒരു ന്യൂസ് പറഞ്ഞിരിക്കുകയാണ്. USB return no. സൗണ്ട് USB return no.
ഇത് നമുക്ക് കാണുവാനിടയായി തീർന്നത് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനു മുമ്പായി ലോക സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, യേശു കർത്താവ് വാതിക്കലായിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ന്യൂസിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കാണുവാനിടയായി തീർന്നു. അവർ ഇസ്രായേൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ സ്വീകരിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഇന്ത്യയിൽ നിന്ന് കടന്നുപോയ ആൾക്കാരെ ഇസ്രായേലിൽ അവരെ സ്വീകരിച്ച് അവരെ കൊണ്ടുപോകുന്നതാണ് കാണുവാനിടയായി തീർന്നത്. അവർ സന്തോഷത്തോടെ. ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ. അത് യൂട്യൂബിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ അത് കൊടുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. As we see these things, we can see that the second coming of our Lord is at hand. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. ജെനസിസ് 41 വേഴ്സ് 50 മുതൽ 52 വരെ നമുക്ക് വായിക്കാം. Let's go to Genesis chapter 41. മനശ്ശയെ പറ്റി കാണുന്ന 41 41 to 50. ക്ഷാമകാലം വരും മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. And to Joseph were born 2 sons before the years of famine came, whom Asnath, the daughter of Potiphar, priest of On, bore to him. Joseph called the name of the firstborn Manasseh, for God has made me forget all my toil and all my father's house. And the name of the second he called Ephraim, for God has caused me to be fruitful in the land of affliction. ഇവിടെ കാണുവാനിടയായി തീർന്നു. ക്ഷാമകാലത്ത് യോസഫിന് 2 പുത്രന്മാർ ജനിക്കുവാനിടയായി തീർന്നു. അത് ജനിച്ചത് ഹല്ലേലൂയ പൊത്തിഫേറിൻ്റെ മകളായിരുന്ന ആസയിൽ നിന്ന് ജനിക്കുവാനിടയായി തീർന്നത്. And here we see that before the years of famine, Asnath, the daughter of Potiphar, a priest of On, Joseph's wife, bore him 2 sons. ഒന്നാമത്തെ മകൻ്റെ പേരാണ് ഹല്ലേലൂയ മനശ്ശെ എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു. His firstborn was Manasseh. ഹല്ലേലൂയ. അടുത്ത വാക്കിൽ കാണുന്ന സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ് രണ്ടാമത്തെ എഫ്രൈം എന്ന് പേരിടുവാനിടയായി തീർന്നു. And then the second born was Ephraim, because Joseph said, for God has caused me to be fruitful in the land of affliction. അതിൻ്റെ 48 അധ്യായത്തിലേക്ക് കടന്നു വരും. 48:13 വായിക്കാം. Let's go to chapter 48 verse 13 please. പിന്നെ യോസേഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടം കൈക്ക് നേരെയും മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലും അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ച് പിന്നെ അവർ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. ആമേൻ. പ്രൈസ്. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാനിടയായി തീർന്നത് ഹല്ലേലൂയ 2 മക്കളുണ്ടെങ്കിലും മൂത്ത മക്കളെയാണ് ആദ്യം റൈറ്റ് ഹാൻഡും കൊണ്ട് അനുഗ്രഹിപ്പാനിടയായി തീർന്നത്. ഇവിടെ നമ്മൾ യോസഫിനെ ഹല്ലേലൂയ 2 മക്കളെയും യാക്കോബ് അനുഗ്രഹിച്ച് എങ്ങനെയാണെന്നറിയാമോ? തിരിച്ചു വെച്ച് അനുഗ്രഹിപ്പാനിടയായി. താട്ടുള്ള വാക്കുകൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഹല്ലേലൂയ. അവസാനം ജോസഫ് പറയുന്നുണ്ട്, മൂത്ത മകനെയല്ലേ അപ്പ അനുഗ്രഹിക്കണേ ചോദിച്ചു പറഞ്ഞു, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർക്ക് ഹല്ലേലൂയ ആത്മീയ ദൃഷ്ടിയാൽ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ വർദ്ധിച്ചു വലുതായി തീരുന്നുള്ള അനുഗ്രഹ വാക്കുകളൊക്കെ അവിടെ പറയുവാനിടയായി തീർന്നു. Joseph took his 2 sons, Ephraim and Manasseh, to Jacob so that he could bless them. And by tradition and by normal practice, it was the eldest son who should have received the blessing of the right hand. But Jacob, in the wisdom that God had given him, crossed his hands and put his right hand on the second born Ephraim and his left hand on Manasseh and blessed them. And when Joseph questioned his father as to why he had done it, Jacob said, I know my son. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 29 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് കനാൻ നാട്ടിലെത്തി ഹല്ലേലൂയ മനശ്ശേക്ക് വിഭാഗിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം അവകാശത്തെപ്പറ്റി കാണുവാനിടയായി തീരും. വായിക്കാം. And when we go to Joshua chapter 13 verses 29 onwards, we can see the inheritance that these tribes received in the land of Canaan. പിന്നെ മോശ മനശ്ശയുടെ പകുതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബമായി മനശ്ശയുടെ പകുതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീയം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിൻ്റെ ഊരുക്കളെല്ലാം കൂടി 60 പട്ടണങ്ങളും പകുതി ഗിലെയാദും, ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തോരാത്ത്, എദ്രയി എന്നിവയും തന്നെ. ഇവ മനശ്ശയുടെ മകനായ മാഖീറിൻ്റെ മക്കളിൽ നിന്ന് പകുതി പേർക്ക് തന്നെ കുടുംബമായി കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുവാനിടയായി തീർന്ന ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് നിറവേറുവാനിടയായിത്തീരും. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം എന്നോടോ നിങ്ങളോടോ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊവേ ഊവേ എന്നാണ്. അത് കാലങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ അല്പം നീണ്ടുപോയാലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അത് നിറവേറ്റുവാനിടയായിത്തീരും. As we read these verses, we can understand that the Lord is always true to his promises. The inheritance that he had promised the sons of Joseph, he gave to them. So if the Lord has given you a promise, then it is yes and amen in Christ, and he will bring it to pass at the appointed time. ഇവിടെ വായിക്കുവാനിടയായിട്ട് 30 വാക്യത്തിൽ വായിക്കുന്ന മഹനീയം മുതൽ ബാശാൻ വരെയുള്ള സ്ഥലങ്ങളൊക്കെയും ഹല്ലേലൂയ സ്തോത്രം മനശ്ശയ്ക്ക് വിഭാഗിച്ച് കൊടുക്കുവാനിടയായി. ഓരോ ദേശത്തിലും ഓരോ രാജ്യത്തിലും ദൈവം ഒരുക്കി വെച്ച നന്മ എനിക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാനിടയാക്കി തീർക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. Let's thank the Lord for the promises that he has given us, because here we see that the territory from Mahanaim to all of Bashan was given to the children of Manasseh. So if the Lord has given you a promise that you will receive the best of the land, and then he will give you his appointed portion to you. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് നിവൃത്തിയാണ് മനശ്ശെ ഗോത്രം മടങ്ങി വന്ന് ഇസ്രായേലിലേക്ക് വരുവാനിടയായി തീർന്നത്. So it is a fulfillment of the Lord's promise and his word that the tribe of Manasseh should return to the land of Egypt, land of Israel. 80-ാം സംഘത്തിലേക്ക് കടന്നു വരും. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എഫ്രൈമും ബെന്യാമിനും മനശ്ശെയും കാണുകെ അവൻ്റെ വീര്യപ്രവൃത്തികളെ ഉണർത്തണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഇന്നും ഉണർത്തുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. And coming back to Psalm 80 verse 2, we read, before Ephraim, Benjamin and Manasseh, stir up your strength and come and save us. So the Lord is capable of stirring up his strength even to this day. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി ഉണർത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നമുക്ക് വായിക്കാം. We can see what we should do so that the Lord will stir up his strength. Let's go to verse 3 please. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. Restore us, O God, cause your face to shine, and we shall be saved. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം ഓർപ്പിക്കുന്നത്, എന്തെങ്കിലും നന്മയോ അനുഗ്രഹങ്ങളോ എൻ്റെ നിങ്ങളുടെ മുൻപിൽ തടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മൾ ഹല്ലേലൂയ ഈ സങ്കീർത്തനക്കാരൻ ആസാവ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന്. Today, if you are awaiting the fulfillment of a promise which you believe has not come, then you should pray like the psalmist Asaph did and pray, restore us, O God, cause your face to shine upon ദൈവം us. വീര്യപ്രവൃത്തി ഉണർത്തുവാൻ ഇന്നും സർവശക്തനായ ദൈവമാണ്. അവൻ്റെ കരം ഇന്നുവരെ കുറുതായി പോയിട്ടില്ല. നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തോട് അടുത്ത് വരുമ്പോൾ അവൻ്റെ തിരുമുഖം നമുക്ക് വേണ്ടി പ്രകാശിക്കുവാനിടയായിത്തീരും. The Lord's hands have not been shortened that he cannot act for you. He is very well capable and of miracles, and if you pray to him, he will give you a restoration. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഹല്ലേലൂയ ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് കാണുവാനിടയായിത്തീരും. In verse 7, the psalmist repeats this prayer and says, restore us, O God of hosts, cause your face to shine, and we shall be saved. 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനിടയായിത്തീരും, മിസ്രയീമിൽ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്ന് അതിനെ നടുവാനിടയായിത്തീർന്നു. In verse 8, the psalmist says, you brought a vine out of Egypt, you've cast out the nations and planted it. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ഒരു മുന്തിരി ദൈവമായ കർത്താവ് എന്നറിയാമോ, അന്യജാതിക്കാരെ അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ നീക്കിയിട്ട് ഇസ്രായേൽ മക്കൾ നടുവാനിടയായി തീർന്നു. The Lord placed Israel in the land of Canaan after having removed other nations so that they could inherit it. വായിക്കുന്ന ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു, അതിനെ തടമെടുത്തു. ഹല്ലേലൂയ. ആര് തന്നെ? നീ തന്നെ അതിനെ തടമെടുത്തു, അതിനെ വേരൂന്നി പടരുമാറാക്കി തീർത്തു. We read, you've cast out the nations and planted it, you prepared room for it and caused it to take deep root, and it filled the land. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തോട് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മളെപ്പറ്റി നമ്മുടെ തലമുറയെപ്പറ്റി ഏതെല്ലാം ദേശത്ത് ഏതെല്ലാം രാജ്യങ്ങളായിരിക്കണം എവിടെല്ലാം പടരണമെന്ന് ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ആ സ്ഥാനത്താക്കി ദൈവം നമ്മളെ വളരുമാറാക്കും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ദൈവീയ അനുഗ്രഹങ്ങൾ അതാ സമയത്ത് ലഭിക്കുവാനിടയായിത്തീരും. The Lord has ordained certain places for us so that we can take deep root and fill the land. So if you will stay true to him and pray for restoration, then the Lord will bring it to pass. ദൈവം നീക്കേണ്ട ജാതികളെയൊക്കെ നീക്കിക്കളയും. ഹല്ലേലൂയ. അതിന് തടമെടുക്കുന്നത് നമ്മളാരുമല്ല, അതിന് വളരുമാറാക്കുന്ന നമ്മളാരുമല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, നീ അതിനെ
തടമെടുത്ത് അതിനെ നട്ടു വളർത്തുമാറാക്കി പോറ്റി പുലർത്തുന്നത്. The Lord will prepare room for you and He will bless you, and it is not us doing this, but it is the Lord. അത് ദേശത്ത് വേരൂന്നി ഹല്ലേലൂയ പടരുവാനിടയാക്കി. മറ്റേ കിഴക്കോട്ട് വടക്കോട്ട് ഹല്ലേലൂയ ഓരോ യുദ്ധങ്ങളും നോക്കിക്കേ. ഹല്ലേലൂയ നടക്കുമ്പോൾ ലെബനോനിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. അവരുടെ ഗോലാൻ കുന്നുകളും പല ഭാഗങ്ങളും ഇസ്രായേൽ മക്കൾ പിടിച്ചെടുത്ത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദത്ത ഭൂമി എവിടം വരെ ഉണ്ടോ അവിടം വരെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് മുഴുവൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായിട്ടുള്ളതാണ്. And the Lord will cast out nations, and He will cause you to dig deep roots into the land. If you look at the wars that are going on now, Israel has recaptured several parts of Lebanon and the Golan Heights, and it is reaching the extent to which it was promised. അതിൻ്റെ 12ാമത്തെ വാക്യം വായിക്കാം. Let's go to verse 12, please. വഴിപോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിൻ്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞതെന്ത്? Why have you broken down her hedges, so that all who pass by the way pluck her fruit? സംഗീതക്കാരൊരു ചോദ്യം ചോദിക്കുകയാണ്. വഴി പോകുന്നവരൊക്കെ അല്ലെങ്കിൽ അത് പറിക്കുവാൻ തക്കോണം ഒരു വേലിയില്ല എങ്കിൽ ഒരു സംരക്ഷണമില്ല എങ്കിൽ നമുക്കറിയാം ഫ്രൂട്ട്സോ നല്ല കാര്യങ്ങൾ നിൽക്കുവാണെങ്കിൽ ആൾക്കാർ കയറി അത് പറിച്ചുകൊണ്ട് പോകുവാനിടയായിത്തീരും. Here the psalmist asks the Lord, why have you broken down her hedges, so that all who pass by the way pluck her fruit? If we look at a fruitful tree, we can see that if there is no hedge around it, then people will come and pluck the fruits of the tree. എന്നെയും ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവന്ന് ദേശത്താക്കിയപ്പോൾ ദൈവിക വ്യവസ്ഥ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ പിശാചിന് അടിമപ്പെട്ട് നമ്മുടെ തലമുറകൾ പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ട കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധിയോടെ വേർപാടോടെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ തലമുറയും എത്തേണ്ട കനാൻ നാട്ടിലെത്തുവാനിടയായിത്തീരും. Just like that, if we do not follow the guidance and the counsel of the Lord, then us or our children might move aside from the way of the Lord and might be plucked as a fruit, much as a fruit would be plucked. അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് അടുത്തു വന്നില്ല. പാപം ചെയ്ത് ദൈവത്തിൻ്റെ വഴി വിട്ട് ഹല്ലേലൂയ അന്യദേവന്മാരെ ആരാധിച്ച് ഹല്ലേലൂയ ലോകപ്രകാരം പോയത് മുഖാന്തരം എന്നറിയാമോ ദൈവം അവരുടെ വേലികളെ പൊളിക്കുവാനിടയായി. അതുമാത്രമല്ല കാട്ടുപന്നി ഹല്ലേലൂയ കാട്ടുപന്നിക്ക് നല്ല വൃക്ഷമാണ് ഇത് നിൽക്കുന്നത്. ഇത് വാഴയാണെന്നോ തേങ്ങാന്നോ ഒന്നും അറിയത്തില്ല. അതിനെ കുത്തി കളയുവാനിടയായിത്തീരും. And so the Lord wanted them to return to Himself, and because of that He took down their hedges, and the wild boars came and trampled upon it and destroyed it. നമുക്കറിയാം യഹൂദന്മാർ നല്ലൊരു രാഷ്ട്രമായി ഹല്ലേലൂയ ഉണ്ടാവാനിടയായി. അതിനുശേഷം എന്നറിയാമോ ചുറ്റുപാടുള്ള ജാതികൾ അവരെ വന്ന് മാന്തി കളയുവാനിടയായി. അവരെ പറിച്ച് ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്ക് അവർ ഓടിപ്പോകുവാനിടയായി തീർന്നു. And if we look at the history of ancient Israel, we can see that the tribes and kingdoms around them came to them and destroyed them, and they were scattered throughout the world. പ്രവചനാത്മാവിൽ ആസാദ് പറയുന്നത് കാട്ടുപന്തി അതിനെ മാന്തി കളഞ്ഞു. അത് മാത്രമല്ല വയലിലെ മൃഗങ്ങളൊക്കെയും അതിനെ തിന്നുകളയുവാനിടയായി തീർന്നു. And the psalmist Asaph, speaking in the spirit of prophecy, says, the boar out of the woods uproots it, and the wild beast of the field devours it. ചരിത്രം ഇറങ്ങി പുറകോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലർ മുറൽ അനേക രാജാക്കന്മാരെ യഹൂദന്മാരെ പീഡിപ്പിക്കുവാനും ചേംബറിൽ അടയ്ക്കുവാനിടയായി തീർന്നു. ഗുഡ്സിനകത്തൊക്കെ ഇടുവാനിടയായി തീർന്നു. അനേകം പേരെ ഗ്യാസൊക്കെ കടത്തിവിട്ട് അനേകം പേരെ കൊല്ലുവാനിടയായി തീർന്നു. If we look back to history, then we can see that many rulers, including Hitler, subjected the Jews to persecution and even killed them in gas chambers. 14ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒരുമിച്ച് കടന്ന് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവേ തിരിഞ്ഞു വരണമേ, സ്വർഗത്ത് നോക്കി എന്നെ കടാശിച്ച് മുന്തിരിവള്ളിയെ എന്താ എഴുതിയിരിക്കുന്നത് സന്ദർശിക്കണം. ഇന്ന് പല കാല ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് കർത്താവേ നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്ന്. And in verse 14, the psalmist prays, return, we beseech you, O God of hosts, look down from heaven and see and visit this vine. ആര് ദൈവസ്ഥലിലേക്ക് മടങ്ങി വരുന്നുണ്ടോ അവരെ ദൈവം സന്ദർശിക്കുവാനിടയായി തീരും. The Lord will visit those who will return to Him. Praise the Lord. ദൈവത്തിൻ്റെ വഴിയിട്ട് ആര് പുറകോട്ട് പോകുന്നുണ്ടോ അവർക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും ലഭിക്കുവാനിടയാകത്തില്ല. But if we turn aside from the Lord, then you will not receive the blessings of the Lord. അതുകൊണ്ട് ദൈവസ്ഥലിലേക്ക് നമ്മൾ അടുത്തു വന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കാനിടയായി തീരും. But if you come to the Lord with the proper attitude, with prayer and fasting, then you will receive the blessings of the Lord and move forward in life. ദൈവസ്ഥലിൽ തീരുമാനമെടുക്കുന്നതാണ് 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 18 and 19, please, where the psalmist makes a decision. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. Then we will not turn back from you. Revive us, and we will call upon your name.
Restore us, O Lord God of hosts, cause your face to shine, and we shall be saved. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ച പോലെ നമുക്ക് ദിവസത്തിൽ തീരുമാനം എടുക്കണം. കർത്താവേ, ഞങ്ങൾ നിൻ്റെ വഴി വിട്ട് ഒരിക്കലും പിന്മാറത്തില്ല. രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ, ഏത് സമയത്തും ദൈവത്തിൻ്റെ വഴി വിട്ട് ഞാൻ പിന്മാറത്തില്ലെന്ന് തീരുമാനമെടുക്കണം. Today, let us take a decision, just as the children of Israel took the decision that we will not turn back from the Lord and we will follow you whatever happens to us, whether we are in prosperity or whether we are suffering. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ജീവനില്ലാതെ അവിടെ ഇവിടെ ചിന്നിക്കത്തിച്ചതേ കിടക്കുന്ന സമയത്ത് അവർ ദൈവത്തിൽ പ്രാർത്ഥിപ്പാനിടയായി തീർന്ന് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഇന്ന് പലകാലവും ഒരു ആത്മീക ജീവന് വേണ്ടി ദൈവത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് ധാരാളം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് ഞായറാഴ്ച ഹല്ലേലൂയ മാസത്തിൻ്റെ അവസാനം നമ്മോട് വിളിച്ചു പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആത്മീക ജീവൻ പ്രാപിച്ചിട്ട് മാത്രമേ നമ്മൾ കടന്നു പോകാവൂ. And just as the Jews prayed to the Lord as they were scattered throughout the world, Lord, revive us again. If any of you are going through a period of weakness and suffering, then pray to the Lord and He will strengthen you. And I would urge everyone who is gathered here to receive that strength before you go back from this place. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ലോകത്തിൽ അനേക നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ വിളിച്ചപേക്ഷിക്കുവാനല്ല, യേശുവിൻ്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവർക്ക് കരുണ ലഭിക്കുവാനിടയായിത്തീരും. And the Israelites promise that they will call upon the name of the Lord as He revives them. So if the Lord revives us, we are obliged to worship His name rather than any other name around us. 19 വാക്യത്തിൽ ഇരിക്കുന്ന സൈന്യങ്ങളെ യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണമേ. ഇന്ന് പൽക്കാലം നമുക്ക് ആസാഫിനെ പോലെ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിപ്പാനിടയായി തീരും. കർത്താവേ, ആ ദൈവത്തിൻ്റെ മുഖപ്രകാശം എന്നിലേക്കൊന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഈ ദേശത്ത് കിടക്കുന്ന അനേകം പേരെ നീ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. എത്ര പേര് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു? How many of you can pray just like the psalmist Asaph did? Restore us, the Lord God of hosts, cause your face to shine, and we shall be saved. Let the Lord shine His face upon not just us, but also on our families and those around us. ആമേൻ. തലവണക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്പമിട്ടുള്ള ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്ഥാനത്ത് നേരത്തെ ആയിരുന്നു, ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റിപ്പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം തിന്നി മാറി കിടക്കുമ്പോഴാണ് എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം, ഒന്ന് മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഏതെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിൽ ട്രാക്റ്റ് കൊടുക്കുന്നതിൽ, മറ്റുള്ള സുവിശേഷം പറയുന്നതിൽ, യേശുവിനെ സ്നേഹിക്കുന്നതിൽ, ഏതെല്ലാം അവസ്ഥയിൽ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആസാഫിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ, ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളൊന്ന് മടക്കി വരുത്തണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ആ രക്ഷയുടെ സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് മടങ്ങി തരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ച് അല്പമിനിറ്റുകൾ ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ, കർത്താവേ എന്നെ നീ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ ഒന്ന് മടങ്ങി വരുത്തുമാറാകണമേ. ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധി എഴുതിയിട്ടുണ്ടല്ലോ അപ്പാ. ഇന്ന് പൽക്കാതെ കേൾക്കുവാൻ കാണുവാനുള്ള ഹല്ലേലൂയ ബുദ്ധി എനിക്ക് നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളെയും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒട്ടും താമസിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷി തൻ്റെ കുഞ്ഞിനെ കൂടളക്കി ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ പറക്ക പറ്റുവാൻ വേണ്ടി ഇളക്കി വിടുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ഓരോ ദേശത്തുമായിരിക്കുന്നവരെ ആ ദേശങ്ങളിൽ നിന്നും ഇളക്കി വിട്ട് കനാൻ നാട്ടിൽ ദൈവം ഒരുക്കി വെച്ച നന്മയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികൾ കാണുവാനിടയായിത്തീരും. അല്പമിനിറ്റുകൾ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ.